കേരള രാഷ്ട്രീയത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന പേരിന് സംശുദ്ധ രാഷ്ട്രീയം എന്നാണ് അർത്ഥം. 1980-ൽ കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ ഇടതുപക്ഷം ചേർന്നതാണ് കടന്നപ്പള്ളി. 2 വർഷത്തിനു ശേഷം AK ആന്റണിയും കൂട്ടരും തിരിച്ചുപോയെങ്കിലും കടന്നപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചുനിന്നു. 3.5 പതിറ്റാണ്ടിനിപ്പുറവും കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തോടൊപ്പമാണ്. 1971-ൽ KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് കടന്നപ്പള്ളിയുടെ കന്നി അംഗം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയം നേടി കടന്നപ്പള്ളി കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. 77-ലും ഈ വിജയം ആവർത്തിച്ചു. 80-ൽ ഇരിക്കൂറിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തി. പിന്നെ പലതവണ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. 2006-ൽ എടക്കാട് നിന്നും വിജയിച്ച കടന്നപ്പള്ളി VS മന്ത്രിസഭയിൽ അവസാന ടൈമിൽ ദേവസ്വം മന്ത്രിയായി. 2011-ൽ കണ്ണൂരിൽ നിന്നും അബ്ദുള്ളക്കുട്ടിയോട് 6443 വോട്ടുകൾക്ക് പരാജയപ്പെട്ട കടന്നപ്പള്ളി ഇത്തവണ പക്ഷേ കണ്ണൂർ ആദ്യമായി ഇടതുപക്ഷത്തോട് ചേർത്തു. ഒരു വട്ടം കൂടി മന്ത്രിയാകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏറെ സന്തോഷമെന്ന മറുപടി. തീർച്ചയായും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസവും അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ചുമതല നിർവഹിക്കും. സത്യസന്ധമായി അഴിമതിരഹിതമായി. ജ്യോതിഷ പണ്ഡിതൻ പരേതനായ കടന്നപ്പള്ളി കണ്ടോന്താറിലെ PV കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ മകനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. CM സരസ്വതിയാണ് ഭാര്യ. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.